Subscribe please and enable the bell icon for latest video notifications. Hi friends, welcome back to our channel. ഇത്തരം വീഡിയോസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. താഴെയിൽ നിന്നും മുകളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം വേണ്ടത് പിക്സാർട്ട്, പിക്സൽ ലാബ്, അതുപോലെ തന്നെ കൈൻമാസ്റ്റർ എന്ന 3 ആപ്ലിക്കേഷൻസ് ആണ്. ആദ്യം നമുക്ക് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ വേണം. അതിനു മുന്നേ നമുക്കൊരു ഫോട്ടോ വേണം. അപ്പോൾ ആദ്യം നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എഡിറ്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾ ഒരു കളർ ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കറക്റ്റ് കളർ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ നമുക്കിവിടെ കാണാം എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കളർ എന്ന് കാണാം, കളേഴ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ അമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് ഈ ഒരു ഇമേജിനെ നിങ്ങളുടെ ഫോണിലോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. എല്ലാ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിൽ നിന്നും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂന്നാമതൊരു ഓപ്ഷൻ കാണാം, അതിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾ പിക്സാർട്ടിൽ സേവ് ചെയ്തിട്ടുള്ള ഇമേജിനെ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇമേജിൻ്റെ സൈസ് കൂട്ടുക. സൈസ് കൂട്ടിയതിന് ശേഷം അതിൽ തന്നെ കാണാം, കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ എറേസ് കളർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ട് ടിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലാസ്റ്റത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ട്രാൻസ്പാരൻ്റ് ആക്കുക. അതിനുശേഷം ഈ ഒരു ഇമേജിനെ നിങ്ങളുടെ ഗാലറിയിലോട്ട് എക്സ്പോർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുന്നതിന് ശേഷം മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അവിടെ പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എംറ്റി പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് മീഡിയ എന്ന് കാണാം, അതിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് കാണാം, അവിടെ ബ്ലാക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡാണ് നിങ്ങളുടെ വീഡിയോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 15 സെക്കൻഡ് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ലെയർ എന്ന് കാണാം, അതിൽ മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിന്നും നമ്മുടെ ഇമേജ് ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഫയറാണ്. അത് നിങ്ങളുടെ വീഡിയോ ഫോൾഡറിലുണ്ടാവും, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരാം. അത് ജസ്റ്റ് അവിടെ ആഡ് ചെയ്യാം. ഫയറിൻ്റെ ഫസ്റ്റത്തെ അഥവാ കുറച്ച് സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതൊന്ന് കുറച്ച് കട്ട് ചെയ്തിടാം. അതിനുശേഷം അതൊന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തലക്കൊക്കെ മൂവ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഒന്ന് കൂട്ടാം. ഓക്കെ, കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ലെയറിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ മീഡിയ എന്നുള്ള ബട്ടൺ കാണാം. അവിടെ നിന്നും പിക്സൽ ലാബിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഇമേജിനെ ജസ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ വലിപ്പം കൂട്ടുക. വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഇവിടെ താഴെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് കാണാം, അത് 0 ഇട്ടേക്കുക. ബ്രൈറ്റ്നസ് 0 ഇട്ടേക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് മ്യൂസിക് ഓഡിയോ എന്നുള്ളൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് മ്യൂസിക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ആരോട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വലിപ്പം വേണമെങ്കിൽ കൂട്ടാം. അതിനുശേഷം നമുക്കിങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫയറിൻ്റെ എഫക്റ്റ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വരുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിംഗ് ആണെങ്കിൽ ഇനി നമുക്കത് മുകളിൽ നിന്നും താഴോട്ട് ആക്കാൻ വേണ്ടി ഈ ഒരു കർവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നും താഴോട്ട് വരുന്ന ഫീലിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് സെറ്റ് ചെയ്യാം. എങ്ങനെ വരികയെന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാക്കാൻ മതി. അതുപോലെ തന്നെ വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്കാക്കാം. അങ്ങനെ പല ഓപ്ഷൻസും നമ്മുടെ സൈഡിൽ നിന്ന് ഈ കോർണറിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. കൈൻമാസ്റ്റർ
അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫയറിൻ്റെ അഥവാ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വരണമെങ്കിൽ മറ്റേതൊരു ബോർഡർ പോലെ അല്പം ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. ഫുള്ളാക്കിയിട്ട് വലിച്ച് നീട്ടിയ അല്ലെങ്കിൽ ആരോ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ ഫുള്ളാക്കിയിട്ട് ഫയർ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്ക്രീൻ ഫുള്ളായിട്ട് ഫയർ സെറ്റ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഷെയർ ബട്ടൺ കാണാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് കാണാതെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലോട്ട് അത് എക്സ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.